25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തിന്റെ കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും. ചില പറട്ട കിളവന്മാർക്ക് സ്ത്രീകൾ അർമാദിക്കുന്നത് കണ്ടാൽ വല്ലാത്ത ചൊറിച്ചിലാണ്. അങ്ങനെ ഒരു ചൊറിച്ചിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇബ്രാഹിം സഹാഫിക് എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനെന്ന് സ്വയം അവകാശപ്പെടുന്ന, പണ്ഡിതന്മാർക്കൊക്കെ കുറച്ച് ബുദ്ധി വിവേകമൊക്കെ ഉണ്ട്, എന്നാൽ ഇങ്ങേർക്ക് അതൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നബീസ് ഉമ്മ എന്ന് പറയുന്ന 25 വർഷമായി ഭർത്താവ് മരിച്ചിട്ട് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെയും വീട്ടുജോലിയും കൂലിപ്പണിയും ചെയ്ത് വളർത്തി വലുതാക്കി വിവാഹം കഴിച്ചു വിട്ടപ്പോൾ ഉമ്മയുടെ ഒരു മകൾ ഉമ്മ ഇനി സന്തോഷിക്കട്ടെ, ലോകം കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മണാലിയിലേക്ക് ടൂർ കൊണ്ടുപോകുന്നു. അവിടെ ഉമ്മ അർമാദിക്കുകയാണ്. സത്യത്തിൽ ആ ഉമ്മയൊക്കെ മഞ്ഞൊക്കെ വാരി എറിഞ്ഞ് ഇങ്ങനെ സന്തോഷവതികളായി കാണുമ്പോൾ നമുക്കൊക്കെ അതിയായ അഭിമാനമാണ് തോന്നുന്നത്. കാരണം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ഇപ്പോഴും കൃഷിയിടങ്ങളായി വച്ചിരിക്കുന്ന പല ആളുകളുമുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അവർക്കൊരിക്കലും വരാൻ കഴിയില്ല. അടുക്കളയിൽ നിന്ന് കിടപ്പറയിലേക്ക്, കിടപ്പറയിൽ നിന്ന് അടുക്കളയിലേക്ക്, ഇതാണ് അവരുടെ ഒരു സഞ്ചാര പാത എന്ന് പറയുന്നത്. ആ പാത വിട്ട് അവർക്ക് പുറത്തു വരാൻ കഴിയില്ല. എന്നിട്ട് ഇവരൊക്കെ വന്നിരുന്ന് ഘോര പ്രസംഗം നടത്തും മതപണ്ഡിതന്മാർ. സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, ഇനി ഇറങ്ങണമെങ്കിൽ SDP-യുടെയോ അല്ലെങ്കിൽ നിരോധിത സംഘടന PFI പുതിയ പേരിൽ വല്ല സമരമുറകളുമായിട്ടൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നാൽ മാത്രമേ സ്ത്രീകൾ, കുട്ടികൾ, യുവതികൾ അടക്കം രംഗത്തിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ, അന്ന് മാത്രമേ ഇവർക്ക് സൂര്യപ്രകാശം മുഖത്തടിക്കാനുള്ള അവസരമുള്ളൂ, അല്ലെങ്കിൽ പുറം ലോകം കാണാനുള്ള അവസരമുള്ളൂ. അല്ലാത്ത അവസരങ്ങളിലൊക്കെ ഇവർ വീടിനകത്ത് അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ സുഖിപ്പിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ വച്ചുണ്ടാക്കി കൊടുത്ത് ഇവന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. ഇവന്മാർക്ക് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം, തലാക്ക് ചൊല്ലി അറിഞ്ഞും അറിയാതെ എത്ര വേണമെങ്കിലും കിട്ടി സൂഹിക്കാം. സ്ത്രീകൾ, ഭർത്താവ് മരിക്കപ്പെട്ട സ്ത്രീകളാണെങ്കിൽ ഒരു മൂലയിലേക്ക് അങ്ങ് അടയ്ക്കപ്പെടണം. ഇതാണ് ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിലെ ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്, മോത്തി രാജേഷ്. അവരിട്ട ഒരു പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എത്ര മനോഹരമായാണ് ആ വരികൾ. പറയേണ്ടത് കൃത്യമായി പറഞ്ഞു, കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്ത് അവരിട്ട വാക്കുകൾ ഇങ്ങനെയാണ്: ഉമ്മ, നിങ്ങൾ ഇനിയും പോണം ഇതേ മഞ്ഞു കാണാൻ. ഈ ഇക്കാനെയും കൂടെ കൊണ്ടോണം. വേറെ ഒന്നിനുമല്ല, ഒരു കുഴി കുത്തി ഇങ്ങളീ കാക്കാനെ അതിലിടണം. പുറത്തൊരു ലോഡ് മഞ്ഞു കൂടി തട്ടണം. ഇതൊക്കെ അങ്ങനെ അങ്ങ് തീരുന്നതാ നല്ലത്. എന്നിട്ട് നിങ്ങൾ പിന്നെ ആസ്വദിച്ചോളി. ഈ ദുനിയാവാണ് പടച്ചോൻ ഉമ്മക്ക് തന്ന പർദീസ. ഇത് ഈ ഇക്കാക്കെ പറയണ പോലെ വേറെ എവിടെയും കിട്ടൂല. നിങ്ങളെ കൊണ്ടുപോയ മക്കളും പൊളിയാണ് ഉമ്മ, ഉമ്മാക്ക് ചക്കര ഉമ്മ. പറഞ്ഞത് നിങ്ങൾക്ക് തിരിയുന്നുണ്ട് ആ ചങ്ങായിമാരെ. ഇങ്ങനെയാണ് മോത്തിയുടെ പോസ്റ്റ്. മോത്തി രാജേഷ് മാത്രമല്ല, പലരും നസീബ് ഉമ്മയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഉസ്താദിന് നല്ല പറച്ച പൊങ്കാലയും ഇടുന്നുണ്ട്. സത്യത്തിൽ ഇമന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത്. സ്വർഗത്തിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ആഘോഷിക്കാം. നിങ്ങൾക്ക് സ്വർഗത്തിൽ മദ്യപ്പുഴയുണ്ട്, ഹൂറികളുണ്ട്, അതൊക്കെ നിങ്ങൾക്കല്ലേ. ഹൂറികളും മദ്യപ്പുഴയും പാൽപ്പുഴയും, ഒരു ആപ്പിൾ പറിക്കുമ്പോൾ തന്നെ 2 ആപ്പിളും ഒക്കെ നിങ്ങൾക്കല്ലേ ഉണ്ടാകുന്നത്. പാവ സ്ത്രീകൾ ഇവിടെ സന്തോഷിച്ച് ആഘോഷിച്ച് അവർ നല്ല ജീവിതം, നല്ല കാഴ്ചകൾ കണ്ട് മനോഹരമായ ജീവിതത്തെ ആസ്വദിച്ച് അവർ ജീവിക്കട്ടെ. എത്ര നാൾ നിങ്ങൾ അവരെങ്ങനെ കെട്ടിയിട്ടുകൊണ്ട് നിങ്ങളുടെ മത ചിന്തകൾ മാത്രം അടിച്ചേൽപ്പിച്ചുകൊണ്ട് എത്ര നാൾ നിങ്ങളിങ്ങനെ ജീവിക്കും? മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം, എത്ര നാൾ നിങ്ങളിങ്ങനെ ജീവിക്കും? നസീബുമ്മ ഒരു പ്രതീകം മാത്രമാണ്. ആയിരക്കണക്കിന് നസീബുമ്മമാർ ഇവരെ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ ചിന്താഗതികൾ മാറ്റാനായി, ലോകത്തെ തന്നെ മാറ്റാനായി അവരൊക്കെ ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് മതപണ്ഡിതന്മാരോടാണ് ഈ അടുത്ത കാലത്ത് ഒരു മതപണ്ഡിതൻ പറയുന്നത് ഞാൻ കേട്ടു. ഞങ്ങൾക്ക് ഈ പല പാവപ്പെട്ട വീട്ടിലെയും സ്ത്രീകളെ, യുവതികളെ രക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ട്. എങ്ങനെ രക്ഷിക്കണം? അവരെ വിവാഹം കഴിച്ച് രക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഭാര്യമാർ സമ്മതിക്കുന്നില്ല. അവരെ സമ്മതിച്ചാൽ പല പാവപ്പെട്ട പെൺകുട്ടികൾക്കും ഞങ്ങൾ ജീവിതം കൊടുത്ത് രക്ഷപ്പെടുത്തിയെന്നെ. എന്തിനാണ് ജീവിതം കൊടുക്കുന്നത്? കുറച്ച് പൈസ ഉണ്ടാക്കി നല്ലൊരു ചെറുപ്പക്കാരനെ
വിദ്യാഭ്യാസവും വിവരവും ആ പെൺകുട്ടിയെ സ്വാതന്ത്ര്യത്തോടെ ചിന്തിപ്പിക്കുവാനും കഴിയുന്ന ഒരു ആളെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുത്തൂടെ? അല്ലെങ്കിൽ ആ പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തൂടെ? എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളുടെ 5ാമത്തെ 6ാമത്തെ 7ാമത്തെ 8ാമത്തെ ഭാര്യയാക്കി അവൾക്ക് ജീവിതം നൽകുന്നത്? അതിലും നല്ലത് അവളെ ആർക്കെങ്കിലും കല്യാണം കഴിച്ച് കൊടുക്കുക, അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയോ അവളെ നല്ല രീതിയിൽ പഠിക്കാൻ അനുവദിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്കെന്തുമാകാം. ഈ ഇബ്രാഹിം സഹാബിക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്ത്രീകളുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. അല്ല ഇബ്രാഹിം ഇക്ക, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കാര്യം അന്വേഷിച്ചാൽ പോരെ? എന്തിനാണ് നാട്ടിലുള്ള സ്ത്രീകളുടെയൊക്കെ നന്നാക്കാനായി നിങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുന്നത്? അവർ മണാലി പോട്ടെ, അല്ലെങ്കിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോട്ടെ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി അവർ പറന്നുല്ലസിച്ച് നടക്കട്ടെ. സ്ത്രീകൾക്ക് ഇത്ര പ്രായം കഴിഞ്ഞാൽ ഉല്ലസിക്കാൻ പാടില്ല എന്നോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ മൂലക്കിരിക്കണമെന്നൊന്നും ഒരിടം എഴുതി വച്ചിട്ടില്ല. ആദ്യം നിങ്ങളുടെ മതത്തിൻ്റെ വിഷം അത് എറിഞ്ഞ് കളഞ്ഞിട്ട് ലോകത്തെ കണ്ണ് തുറന്ന് കാണും. എന്നിട്ട് ആ കണ്ണ് തുറന്നതിലൂടെ ലോകം മുഴുവൻ കണ്ട് സ്ത്രീകളിവിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ പറയുന്നത് ഭർത്താവ് മരിച്ചാൽ മൂലക്കിരിക്കണമെന്ന്. ആദ്യം നിങ്ങൾ നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാൻ പോകും.